പലപ്പോഴും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതായ സൗഖ്യം നാം ചോദിക്കാതെയും സൗഖ്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ എപ്പോഴും സൗഖ്യം തരണമേ എന്ന് ചിലപ്പോൾ ചോദിച്ചു കാണത്തില്ല. ചോദിക്കാതെയും ദൈവം സൗഖ്യമാക്കിയ ചരിത്രങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം പരിശോധിച്ച് നോക്കുമ്പോൾ, ബെത്സയിദ കുളത്തിൻ്റെ കരയിൽ 38 വർഷമായി സൗഖ്യം കിട്ടാതെ യാതന അനുഭവിച്ചുകൊണ്ട് കിടന്നതായ ഒരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. അതായത് കർത്താവ് ജനിക്കുന്നതിന് 8 വർഷം മുമ്പ് താൻ കുളത്തിൻ്റെ കരയിൽ വന്നതാണ്. ഒരു 20-ാമത്തെ വയസ്സിലാണ് വന്നതെങ്കിൽ യേശു ജനിക്കുമ്പോൾ അദ്ദേഹത്തിന് 28 വയസ്സ് കാണും. നോക്കൂ, അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം 58 വയസ്സുണ്ട്. ആശയെല്ലാം അറ്റു പ്രായമായി. തനിക്ക് സൗഖ്യം വേണമോ എന്ന് ചോദിച്ച് യേശു അവനെ തേടി ചെന്നിരിക്കുകയാണ്. അവൻ യേശുവിൻ്റെ അടുത്ത് വന്നതല്ല. യേശുവിനെക്കുറിച്ച് കേൾക്കുവാൻ വഴിയില്ല. കാരണം കർത്താവ് ജനിക്കുമ്പോഴും തൻ്റെ ശുശ്രൂഷകളൊക്കെ തുടങ്ങുമ്പോഴും തന്നെക്കുറിച്ചുള്ളതായി ശ്രുതി ദേശത്തൊക്കെ പരക്കുമ്പോഴും ഈ മനുഷ്യൻ കുളത്തിൻ്റെ അവിടെ കിടക്കുക. സൗഖ്യമില്ല, വിടുതലില്ല. തൻ്റെ വിഷയത്തെക്കുറിച്ച് കർത്താവ് ജെറുസലേമിൽ വന്നപ്പോൾ ഈ കുളത്തിൻ്റെ കരയിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ കിടക്കുന്നു എന്ന് കർത്താവിന് ബോധിപ്പിച്ച ഒരു കാര്യമുണ്ട്. അവൻ്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥത പറഞ്ഞു തരാം. എന്താണ് ഈ ഹൃദയത്തിൻ്റെ പരമാർത്ഥത? തീർച്ചയായിട്ടും ഈ 38 വർഷമായി അവൻ ഈ കുളത്തിൻ്റെ കരയ്ക്ക് കിടക്കണമെങ്കിൽ ഒന്നുകിൽ അവൻ്റെ ഭവനക്കാർ, അവൻ്റെ സ്വന്തക്കാർ, വീട്ടുകാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഇനിയും നീ സൗഖ്യമാകിയിട്ട് വീട്ടിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് അവനെ തള്ളിയുക. അല്ലായെങ്കിൽ എനിക്ക് സൗഖ്യം ലഭിക്കുന്നിടം വരെയും ഞാൻ ഈ കുളത്തിൻ്റെ കരയിൽ നിന്ന് പോവുകയില്ല എന്ന് അവൻ തീരുമാനമെടുത്തുകയാണ്. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നടന്നിട്ടുണ്ട്. കാരണം 38 വർഷമായിട്ട് ഈ കുളക്കരയിൽ കിടക്കുമ്പോൾ അനേകരുടെ ഔദാര്യം കൊണ്ടാണ് അവൻ കഴിയുന്നത്. 3 നേരം ആഹാരം വേണം. ഈ 38 വർഷമായിട്ട് അവന് വളർച്ച സംഭവിച്ചു. അവന് ആഹാരം വേണം, അവന് വസ്ത്രം വേണം. അവൻ്റെ കിടക്കയെല്ലാം പഴകിക്കാണും. വളരെ ശോചനീയമായ അവസ്ഥയിലായിരിക്കും. എങ്കിലും പലരും അവനെ സഹായിച്ച് അവൻ പ്രത്യാശ കൈവിടാതെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദൂതൻ പ്രത്യക്ഷനാകും അവനു വേണ്ടി. അവൻ്റെ വേഗതയിൽ യേശുവിനോട് അവൻ പറയുന്ന ചരിത്രമൊന്ന് കേൾക്കുക. യജമാനനെ കുളം കലങ്ങുമ്പോൾ പെട്ടെന്നൊരുവൻ ചാടിയിറങ്ങും. എനിക്ക് മുമ്പ്, ഞാൻ ചെല്ലുന്നതിന് മുൻപ് അവൻ ഇറങ്ങും എന്ന് പറഞ്ഞാൽ എനിക്ക് അല്പം നടക്കാനാകും. ദൈവത്തിന് സ്തോത്രം. എങ്കിലും അവന് മുമ്പേ പലരും ചാടിയിറങ്ങി സൗഖ്യം കൊണ്ടുപോവുകയാണ്. 38 വർഷമായി പലപ്പോഴും കലങ്ങിയ കുളത്തെ അവൻ കണ്ടു. കുളത്തിലെ കലക്കം കാത്തു കിടക്കുന്ന മനുഷ്യരുടെ മുൻപിൽ അവനും കാഴ്ചക്കാരനായിട്ട് നിൽക്കുകയാണ്. പലപ്പോഴും ദൂതന്മാരിറങ്ങി കുളം കലക്കുന്നത് അവൻ കണ്ടു. ദൂതന്മാർ അവനെയും കണ്ടു. കലങ്ങിയ വെള്ളം പലപ്പോഴും അവൻ കണ്ടു, വെള്ളം അവനെയും കണ്ടു. പക്ഷെങ്കിൽ ഇവരാരും അവന് സൗഖ്യം കൊടുത്തില്ല. പല രോഗികളും വന്ന് സൗഖ്യം പ്രാപിച്ചു. പുതിയ രോഗികൾ വന്നു. പലപ്പോഴും സൗഖ്യം ലഭിച്ചിട്ട് പോകുന്ന രോഗികൾ ഒരു പക്ഷെങ്കിൽ അവരുടെ വസ്ത്രമൊക്കെ ഇവന് കൊടുത്തു കാണും. അവരുടെ സാധനങ്ങളൊക്കെ ഇവന് കൊടുത്തിട്ട് പോവുകയായിരിക്കാം. ഇല്ലായെങ്കിൽ അവൻ അവിടെ ഉപജീവിക്കാൻ കഴിയില്ല. എങ്കിലും അവനെ സൗഖ്യമാക്കുവാൻ, അവൻ്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയെ അറിഞ്ഞുകൊണ്ട് അവനെ വിടുതലാക്കുവാൻ, അവൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നൊരു ദിവസമായി യേശുവിൻ്റെ സന്ദർശനം ഇതാ അവിടെ പ്രഖ്യാപിക്കുവാൻ പോകുകയാണ്. അവനോട് യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, യജമാനനെ, എനിക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ട്, പക്ഷെങ്കിൽ എന്നെ സഹായിക്കുവാൻ ആരുമില്ല. ഈ യജമാനൻ സൗഖ്യം കൊടുക്കുവാൻ അധികാരമുള്ളവനെന്ന് അവൻ അറിയില്ല. ഇല്ലായെങ്കിൽ കർത്താവേ, എനിക്ക് സൗഖ്യം തരണമേ എന്ന് അവൻ നിലവിളിച്ച് പറയുമായിരുന്നു. വീണ്ടും അവൻ കുളത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നെ കുളത്തിലിറക്കുവാൻ ആരുമില്ല, മറ്റുള്ളവരിറങ്ങി സൗഖ്യം കൊണ്ടുപോകുന്നു, ഞാൻ കാഴ്ചക്കാരനായി മാറിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു ജനിക്കുന്നതിന് മുമ്പെയാണ് അവൻ ആ കുളത്തിൻ്റെ കരയിൽ വന്നതെങ്കിലും അനാദിഭൂവായി സകല അഖിലാണ്ടത്തെയും സൃഷ്ടിച്ചവൻ, മനുഷ്യജാതിയെ മുഴുവൻ സൃഷ്ടിച്ചവൻ്റെ അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയുന്നവൻ, സകല മാനവജാതികളെയും തിരിച്ചറിയുന്ന ദൈവം, 38 വർഷത്തിന് മുമ്പ് നടന്നതായ സംഭവത്തെ
ആ ചരിത്രത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ കുളത്തിൻ്റെ കരയിൽ വന്ന് നിൽക്കുന്നതായ യേശു അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അരുമനാഥനായ അല്ലെങ്കിൽ സകല ഭൂതലത്തിനും വിടുതൽ കൊടുക്കുന്ന ഒരുവനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല. പക്ഷെങ്കിൽ അവനൊരു വാക്ക് കേട്ടു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ കിടക്ക, ഈ 38 വർഷമായി നിന്നെ പിടിച്ച് കിടത്തിക്കൊണ്ടിരിക്കുന്നതായ കിടക്കയോട് യാത്ര പറഞ്ഞ് അവനെ നീ എടുത്തും കൊണ്ട് നടക്കുക. ഇത്രയും നാളും കിടക്കയാണ് നിന്നെ ചുമന്നതെങ്കിൽ ഇന്ന് നീ കിടക്ക ചുമക്കുന്നവനാകണം. ദൈവത്തിന് സ്തോത്രം. അവന് സൗഖ്യം ലഭിച്ചതിന് ശേഷമല്ല അവൻ നടന്നത്. എന്നാൽ അവൻ നടന്നു പോകുകയിൽ സൗഖ്യം അവനിലേക്ക് പ്രവഹിക്കുകയായിരുന്നു. അതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൽ നിന്ന് കിട്ടുന്നതായ രോഗശാന്തിയുടെ സ്വഭാവം നമുക്ക് പൂർണ്ണമായി സൗഖ്യം ലഭിച്ചതിന് ശേഷം നടക്കുകയല്ല, നാം നടന്ന് സൗഖ്യം പ്രാപിക്കുന്നതാണ്. എങ്കിൽ മാത്രമേ ദൈവത്തിന് അതിന്മേൽ പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. നാം സൗഖ്യം ലഭിച്ചിട്ട് നടക്കുവാൻ നോക്കിയാൽ അത് ദൈവത്തെ പരീക്ഷിക്കുന്നതായിരിക്കും. നിൻ്റെ ദൈവമായ യഹോവയെ നീ പരീക്ഷിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, കർത്താവ് പറയുന്നത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എങ്കിൽ നിൻ്റെ കിടക്കയെടുത്ത് നീ നടക്കുക. വളരെ പരിതാപമായ അവസ്ഥ. നോക്കൂ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. വർഷങ്ങളായി മറ്റുള്ളവർ നമ്മെ പരിഹസിക്കുന്ന പരിഹാസം. 38 വർഷമായിട്ട് ഈ കുളത്തിൻ്റെ കരയിൽ കിടക്കുന്നവൻ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയെന്ന് വിചാരിക്കണം. പക്ഷെങ്കിൽ ഒരു വാഗ്ദത്തം നിൻ്റെ മുൻപിലുണ്ട്, നരയ്ക്കോളം നിന്നെ ഞാൻ കൈവിടുകയില്ല. നീ വാർദ്ധക്യത്തിലെത്തിയിരുന്നാലും നീ യൗവനക്കാരനെ പോലെ ദൈവത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് നടക്കുവാൻ നിനക്ക് കഴിയും. വർഷങ്ങളുടെ കണക്ക് നീ പറഞ്ഞ് പരിതാപപ്പെടണ്ട. പക്ഷെങ്കിൽ നിൻ്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയെ ദൈവം അറിഞ്ഞ് നിന്നെ സന്ദർശിക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവ് ചോദിക്കും, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നമ്മുടെ ബുദ്ധിയിൽ കൂടെ നമുക്കൊന്ന് പറയുമ്പോൾ നാം ചിന്തിച്ചേക്കാം, മനസ്സില്ലാഞ്ഞിട്ടാണോ പിന്നെ കുളത്തിൻ്റെ കരയിൽ കിടക്കുന്നത്? ഇല്ല, കർത്താവിന് നമ്മളിൽ നിന്നൊരു മറുപടി വേണം. നമ്മുടെ നാവ് കൊണ്ട് ചലിപ്പിച്ച്, നമ്മുടെ നാവ് കൊണ്ട് ഏറ്റു പറഞ്ഞ് എനിക്ക് മനസ്സുണ്ട് എന്ന് പറയുന്നതായ ഒരു ഉത്തരം നമ്മളിൽ നിന്ന് ദൈവത്തിന് ആവശ്യമാണ്. നിൻ്റെ വായ വിസ്താരത്തിൽ തുറക്കുക, എന്നാൽ ഞാൻ അതിനെ നിറയ്ക്കും. നിനക്ക് മനസ്സുണ്ട് എന്ന് നിൻ്റെ നാവ് കൊണ്ട് പറയുമ്പോൾ നിൻ്റെ ദേഹി നിൻ്റെ ബലക്ഷയത്തെ വിട്ട് സൗഖ്യത്തിലേക്ക് കുതിക്കുകയായിരിക്കും. നമ്മുടെ നാവിൻ്റെ ശബ്ദമാണ്, ദൈവത്തോട് നാം പറയുന്നതായ നാവിൻ്റെ ശബ്ദമാണ്, ഏറ്റുപറച്ചിലാണ് നമ്മുടെ ശരീരത്തിന് രൂപാന്തരം കൊടുക്കുന്നത്, നമ്മുടെ ആത്മാവിന് പുതുജീവൻ കൊടുക്കുന്നത്, ഒരു പുതിയ ജന്മം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്, ഒരു പുതിയ ചൈതന്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ആക്ഷേപത്തിൽ നിന്നും, പരിഹാസത്തിൽ നമുക്കൊരു വിടുതൽ കിട്ടുന്ന ദിവസം നമ്മുടെ നാവുകൾ ചലിക്കുമ്പോഴാണ്. എനിക്ക് മനസ്സുണ്ട്. ദൈവത്തിൻ്റെ വാക്ക്, കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വർഷങ്ങൾ എത്ര പഴകിയിരുന്നാലും ഹൃദയത്തിൻ്റെ പരമാർത്ഥത പൂർണ്ണതയുടെ ഒരു ദിവസം അനേകരുടെ ചോദ്യങ്ങൾക്കും പരിഹാസത്തിനും മറുപടിയായി യേശു നിന്നെ സന്ദർശിക്കുമ്പോൾ അത് നീ ചോദിച്ചിട്ടല്ല, നിൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവം നിന്നെ സൗഖ്യമാക്കുവാൻ നിൻ്റെ അടുത്ത് വന്ന് നിന്നോട് ചോദിക്കുന്ന ഒരു ദിവസം കാണും. ദൈവത്തിന് സ്തോത്രം. ഭാരപ്പെട്ട് വൈകുല്യമായിട്ടുള്ളതായ അവസ്ഥകളെ കണ്ട് നിരാശപ്പെട്ട് അനേകരുടെ ഔദാര്യങ്ങൾ കൊണ്ട് അനേകരുടെ കരുണയെപ്പറ്റി ജീവിക്കുന്ന ജീവിതത്തിൽ നിന്ന് ഒരു വിടുതൽ, ഒരു പുനരുദ്ധാരണം, ഒരു ചൈതന്യമാർന്ന ഒരു ജീവിതം നിൻ്റെ ജീവിതത്തിൽ സമ്മാനിക്കുവാൻ ഈ ലോകത്തിലെ ഒരു ദൈവത്തിനും ഒരു മരുന്നിനും മന്ത്രത്തിനും കഴിയില്ല. പക്ഷെങ്കിൽ ക്രൂശിക്കപ്പെട്ടവനായ മരിച്ചുയർത്തേറ്റ സ്വർഗസ്ഥലങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് സാധിക്കും. അവനിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവൻ സൗഖ്യമാക്കുന്നു, അവൻ പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നു, ഹൃദയങ്ങളെ ശോധന ചെയ്ത് നിൻ്റെ ദുരവസ്ഥകളിൽ നിനക്ക് വിടുതൽ തരുന്നു എന്നുള്ളത് ഇന്നും അന്നും ഈ ലോകത്തിൽ വളരെ ശക്തിയോടെ നാം സുവിശേഷിച്ചില്ലെങ്കിലും ദൈവം ദൂതന്മാർ മുഖാന്തരം അവിടെവിടായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷിക്കുന്നുണ്ട്. 38 വർഷക്കാലം ആ കുളത്തിൻ്റെ കരയിൽ കിടന്നതുപോലെ അനേക ജീവിതങ്ങൾ ഹൃദയത്തിൻ്റെ പരമാർത്ഥത കൊണ്ട്
കർത്താവിനെ ഒരിക്കൽ പോലും തിരിച്ചറിയാത്തവർ, യേശുവിനെ കണ്ടിട്ടില്ലാത്തവർ, യേശുവിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്തവരും ഗ്രഹിച്ചിട്ടില്ലാത്തവരും ഇത് അവരുടെ ഹൃദയത്തിൻ്റെ പരമാർത്ഥത നിമിത്തം അവരെ ഈ നാളുകളിൽ സന്ദർശിക്കുന്നതായി നമുക്ക് കേൾക്കുവാൻ കഴിയും, കാണുവാൻ കഴിയും. കർത്താവ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്യും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. നിൻ്റെ ഹൃദയം എങ്ങനെയോ അങ്ങനെയാണ് ദൈവം നിനക്ക് തരുന്നതായ വിടുതൽ. ദൈവം നിന്നെ സന്ദർശിക്കുന്നത് നിൻ്റെ ഹൃദയത്തിൻ്റെ നിലവാരം അറിഞ്ഞുകൊണ്ടാണ്. നീ രക്ഷയ്ക്കായി കാക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക്, ആ രക്ഷയിലേക്ക് ദൈവം നിന്നെ ആക്കും. മനുഷ്യരുടെ മുഖം നോക്കിയല്ല, നിൻ്റെ വീട്ടുകാരുടെ അഭിപ്രായം നോക്കിയല്ല, നാട്ടുകാരുടെ അഭിപ്രായം നോക്കിയല്ല, സഭാവിശ്വാസികളുടെ അഭിപ്രായം കേട്ടുകൊണ്ടല്ല, നടത്തിപ്പുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരോഹിതനോ നിന്നെക്കുറിച്ച് പറയുന്ന ദുരഭിപ്രായങ്ങൾ സ്വർഗം കേട്ടുകൊണ്ടല്ല നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ. അനേക വർഷങ്ങളായി നീ എടുത്തിരിക്കുന്ന തീരുമാനം, ഒരു സൗഖ്യം ലഭിച്ചിട്ടല്ലാതെ ഞാൻ മടങ്ങിപ്പോകുകയില്ല എന്ന് നീ നിന്നോടും ദൈവത്തോടും പറഞ്ഞതായ ഒരവസ്ഥ. അനേകർ സൗഖ്യമാകുമ്പോഴും നിനക്ക് സൗഖ്യം ലഭിക്കാത്തതിലും നിനക്ക് നിരാശയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദൂതൻ നിനക്കായിട്ട് വരും. ഇതാ നിനക്ക് വേണ്ടി വന്നിരിക്കുന്നു. യേശു നിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നീ പ്രത്യാശിച്ച ദൂതൻ, നീ ആഗ്രഹിച്ചവൻ, നീ കൊതിച്ചവൻ, കാണുവാൻ കൊതിച്ചവൻ, നീ അവൻ്റെ തൊടലിനെ, അവൻ്റെ സ്പർശനത്തെ അനുഭവിച്ചറിയുവാൻ നീ കൊതിച്ചിട്ടില്ലേ? നീ ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തിട്ടില്ലേ? നിന്നോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തിട്ടില്ലേ? ഒരു പക്ഷെങ്കിൽ നീ ദൈവത്തെ കണ്ടിട്ടില്ലായിരിക്കാം, ദൈവത്തെക്കുറിച്ച് നിനക്ക് അധികമൊന്നും അറിയില്ലായിരിക്കാം, ദൈവത്തെക്കുറിച്ച് നിനക്ക് വലിയൊരു ദർശനമോ ഇല്ലായിരുന്നിരിക്കാം. പക്ഷെങ്കിൽ നിനക്ക് നിൻ്റെ ഹൃദയത്തെക്കുറിച്ചൊരു ദർശനമുണ്ട്, നിനക്കൊരു തീരുമാനമുണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ ഇനി ഞാൻ പ്രത്യക്ഷപ്പെടണമെങ്കിൽ എനിക്ക് ദൈവം, ഈ ദൂതൻ ഇറങ്ങി എനിക്ക് സൗഖ്യം തരണം. യേസ്, ദൈവം അത് കേട്ടു, സ്വർഗം അത് കേട്ടു. തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നിൻ്റെ അടുത്ത് അയച്ച് നിനക്ക് സൗഖ്യം തരുവാൻ അവൻ നിൻ്റെ ചാരെ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ മകനെ, മകളെ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? എങ്കിൽ നിൻ്റെ കിടക്കയെടുത്തുകൊണ്ട് നടക്കുക. നിന്നെ വീണ്ടും വീണ്ടും രോഗിയാക്കി, അടിമയാക്കി, നിന്നെ ബലഹീനനാക്കിക്കൊണ്ടിരിക്കുന്നതായ കിടക്കയിൽ നിന്നുള്ളതായ ഒരു വിടുതൽ, ആ കിടക്കയെ നീ ചുമക്കുന്നതായ ഒരവസ്ഥ, അത് നിന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, ആ ഹൃദയം, ആ പരമാർത്ഥ ഹൃദയം നിന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വർഗം നിന്നെ സൗഖ്യമാക്കുവാനുള്ള ദിവസത്തിൻ്റെ ആരംഭമായിരിക്കും. അതനുഭവിപ്പാൻ ഈ പ്രഭാതത്തിൽ ദൈവം നിനക്കും നിൻ്റെ കുഞ്ഞുങ്ങൾക്കും നിൻ്റെ ഭവനത്തിനും നിൻ്റെ കുടുംബത്തിനും സഹായമാകട്ടെ. ഗാഡ് ബ്ലെസ് യു.